ഇപ്പം നമ്മുടെ ദേശീയപാത വികസനം നടക്കുകയാണ്. ഞാൻ പലരോടും പറയുന്ന സാധനമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകൾ, ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിലിരിക്കുന്നത്, കോട്ടയത്തെ റോഡുകളെ പറ്റി KK റോഡ്, കോട്ടയം കുമളി റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ഈ റോഡുകളുടെ കഥ നമ്മൾ പരിശോധിച്ചാൽ ഭയങ്കര രസമാണ്. പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലം എങ്ങനെ ഉണ്ടായെന്ന് ഒരു പക്ഷേ അച്ഛന് അറിയായിരിക്കും. അതിൻ്റെ ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്. പൊൻകുന്നത്ത് മൺട്രോ സാഹിബ് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കോട്ടയം കുമളി റോഡ് പണിയുന്നത്. തെല്ലിച്ചൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പാമ്പാടിക്കടുത്ത്, തെല്ലിച്ചൂട്. ആ തെല്ലിച്ചൂട് എന്ന് പറയുന്ന സ്ഥലത്തിന് ആ തെല്ലിച്ചൂടെന്ന് പേര് വന്നാൽ അറിയാം. കോട്ടയം കുമളി റോഡ് പണിതു പോകുന്ന സമയത്ത് കോട്ടയം മുതൽ മുണ്ടക്കയം വരെ 4 വർഷം എടുത്താണ് ഈ റോഡ് പണിത്. ഈ തെല്ലിച്ചൂട് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായത്, അവിടെ ഈ റോഡ് പണിയുന്ന സമയത്ത് സാധാരണ തൊഴിലാളികൾക്ക് തുള്ളൽപ്പനി ബാധിച്ച ഒരുപാട് പേര് മരിച്ചു. തുള്ളൽപ്പനി, അവരുടെ ബോഡിയെല്ലാം കൂടെ കൂട്ടിയിട്ട് അടക്കിയ സ്ഥലമാണ് ഈ തെല്ലിച്ചൂട് എന്ന് പറയുന്നത്. അതിന് തുള്ളൽപ്പനിയുമായി ബന്ധപ്പെട്ടാണ് അതിന് തെല്ലിച്ചൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ആ പേര് വന്നത്. അപ്പോൾ പൊൻകുന്നം എന്നുള്ള പേര് വന്നത് ഇതേപോലെ തന്നെ ഈ റോഡ് ഇങ്ങനെ പണിത് പോകുന്ന സമയത്ത് ഈ വിഷമുള്ളുകൾ ഉള്ള ചെടികൾ അതിഭീകരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഈ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലം. അന്ന് പൊൻകുന്നം നല്ല പേര്. അപ്പോൾ ഇത് ആ മുൾച്ചെടികൾ വകഞ്ഞു മാറ്റി അത് വൃത്തിയാക്കി റോഡ് പണിയാൻ തൊഴിലാളികൾക്ക് കഴിയാതെ വന്നപ്പം ഈ മൺട്രോ സാഹിബ് വന്നിട്ട് അദ്ദേഹം കയ്യിലിരുന്ന വലിയ കിഴിയിൽ നിന്ന് പൊൻപണം എടുത്ത് ഈ ഈ മുള്ളുകൾക്കിടയിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറക്കിയെടുക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടി തൊഴിലാളികൾ ഇറങ്ങി ഈ മുള്ളു വെട്ടി ആ റോഡ് വികസിപ്പിച്ചു. അങ്ങനെയാണ് പൊൻകുന്നം എന്ന് പറയുന്ന വാക്ക് വന്നതെന്നാണ് കഥകൾ പറയുന്നത്. ഇതിനെ ചരിത്രം പഠിക്കുന്നത് രസകരമായിട്ട് പറഞ്ഞു പോകുന്നത്. അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ റോഡുകൾ നമ്മൾ പണിത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ അപ്പച്ചൻ്റെ അപ്പച്ചന്മാരൊക്കെ നടന്നും കാളവണ്ടിയിൽ യാത്ര ചെയ്തും അല്ലെങ്കിൽ കൈവണ്ടികൾ യാത്ര ചെയ്തും ഗതാഗതത്തിന് ഉപയോഗിച്ച റോഡുകളാണ് നമ്മുടെ നാട്ടിൽ റോഡുകളെല്ലാം. കേരളത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന റോഡുകളെല്ലാം. ദേശീയപാത നമുക്കെടുക്കാം. ദേശീയപാത ഇപ്പം അതാണല്ലോ ഇപ്പോൾ വലിയ ടോൾ വരാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് സമരങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഈ ദേശീയപാത എന്ന് പറയുന്നത് നമ്മുടെ വല്യപ്പൻ്റെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നടന്നും കഷ്ടപ്പെട്ടും അവർക്ക് കിട്ടിയ റോഡാണത്. അത് നമ്മുടെ അവകാശവസാനം. ഒരു പൈസ പോലും കൊടുക്കാതെ സൗജന്യമായി നമ്മൾ യാത്ര ചെയ്തു പോയ സ്ഥലമാണ് ഈ റോഡുകൾ. ആ റോഡാണിപ്പോൾ സംസ്ഥാന സർക്കാർ വന്നിട്ട് നമ്മുടെ ഈ റോഡിൽ ഇറങ്ങുന്നതിന് നികുതി, വാഹനത്തിന് നികുതി, പെട്രോളിന് നികുതി, GST ഇതെല്ലാം വാങ്ങിച്ച്. ഇത് വാങ്ങിക്കുന്ന എന്തിനാ? റോഡ് ടാക്സ് വാങ്ങിക്കുന്ന എന്തിനാ? റോഡിൽ ഇറങ്ങുന്നതിന് നമുക്ക് സൗകര്യം തരാൻ വേണ്ടിയാണ്. പെട്രോളിന് ടാക്സ് എന്തിനാ? ഈ ടാക്സുകൾ വാങ്ങിച്ച് കോടാനുകോടി രൂപ പിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് പണം ഉപയോഗിച്ച് റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് നല്ല ഗതാഗത സൗകര്യം തരാൻ വേണ്ടിയാണ് സർക്കാർ ഇരിക്കുന്നത്. ഇതിന് പകരം ഇവർ ചെയ്യുന്ന പരിപാടി, ഈ ഇത്രയും ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് മുമ്പ് സൗജന്യമായി നമ്മൾ കിട്ടിയ റോഡ് ഏറ്റെടുത്ത് അതിൻ്റെ സൈഡിൽ നമ്മളെല്ലാം ഒഴിപ്പിച്ച് ആ റോഡ് ഏറ്റെടുത്ത് ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് പറയാം, നീ ഇനി ഒരു കാശ് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സമരമല്ല, വിപ്ലവം നടക്കണം കേരളത്തിൽ. കാരണം നമ്മൾ സൗജന്യമായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ സൗജന്യമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സൗജന്യമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പേസ് സർക്കാർ അങ്ങ് ഏറ്റെടുക്കുക. സർക്കാർ ഏറ്റെടുത്തിട്ട് ഇതൊരു കമ്പനിക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇനി നീ കാശ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം എന്താ പറയുക, അതിനെ പറയാൻ വാക്കുകളില്ല. അപ്പോൾ ടോൾ റോഡ് എങ്ങനെയാണ് വേണ്ടത്? വിദേശ രാജ്യങ്ങളിൽ ടോൾ റോഡ് അല്ലയോ എന്ന് ചോദിക്കും. അവിടെ എങ്ങനെയാണ് ടോൾ റോഡ് വേണ്ടേ? ടോൾ റോഡ് പുതിയതായിട്ട് പണിതോളൂ, പുതിയ റോഡ് പണി. ഇപ്പം നമുക്കറിയാം, കുറേ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് പുതിയ റോഡ് ഒരു കമ്പനി പണിയുന്നു. ഇന്ന് വരെ അവിടെ അതുവഴി റോഡില്ല. പുതിയ സ്ഥലം ഏറ്റെടുത്ത് പുതിയ റോഡ് പണിതിട്ട് കമ്പനി പറയുകയാണ്, ഇനി ഈ റോഡിൽ കയറണമെങ്കിൽ നീ ടോൾ കയറണം എന്ന് പറഞ്ഞാൽ അന്തസ്സ്. സൗജന്യമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ നികുതിയും വാങ്ങിച്ച്, എല്ലാ ടാക്സും വാങ്ങിച്ച്, റോഡിൽ ഇറങ്ങുന്നതിന് നികുതി, പെട്രോളിന് നികുതി, അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം ആ കാശ് ഉപയോഗിച്ച് എനിക്ക് സൗജന്യ റോഡ് തരേണ്ട ഒരു സർക്കാർ അത് ഏറ്റെടുത്ത് കൊടുക്കുന്നത് അങ്ങേയറ്റം മോശമല്ലേ? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ടോൾ റോഡുകളുണ്ട്, അത് പുതിയ റോഡാണ്. അപ്പോൾ കേരളത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, കേരളത്തിൽ കമ്പനിക്ക് റോഡ് കൊടുത്തിട്ട് ഇതുവഴി റോഡ് പണിത്, പക്ഷേ അങ്ങനെ ഏറ്റെടുക്കാൻ നമുക്ക് സ്ഥലമില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ ഭീകരത വരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ടോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 കിലോമീറ്റർ ചേർന്നായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 100 കിലോമീറ്റർ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് 100 കിലോമീറ്റർ ആകുമ്പോൾ ടോൾ ഗേറ്റ് വരുന്നു. അപ്പോൾ ഞാൻ കൊല്ലത്തുനിന്ന് എറണാകുളം വരെ പോകുന്നത് ഞാൻ ടോൾ കൊടുക്കണം. ഈ 100 കിലോമീറ്ററിന് ഉള്ളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരില്ലേ, അതായത് ഇപ്പോൾ ടോൾ കഴിഞ്ഞിട്ട് ഒരു എൻട്രി വഴി അകത്ത് കയറി,
എന്നിട്ട് അടുത്ത ടോള് എത്തുന്നതിന് മുമ്പ് പുറത്തിറങ്ങുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് കൊടുക്കണം. യൂട്ടിലിറ്റി ചാർജ് എന്നതിന് പറയുക. അതായത് അതിൽ കയറി കഴിയുമ്പോൾ മേളിൽ നിന്ന് സ്കാൻ ചെയ്ത്, അതായത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് പോലെ സംവിധാനം ഒട്ടിച്ച് അതിൽ കയറാൻ പറ്റും. അതിൽ കയറിയാലും പൈസ കൊടുക്കണം. നിനക്ക് ആകെ സർവീസ് റോഡാണ്, നീ അതുവഴി പൊക്കണം. നീ ഇതുവഴി കയറിയാൽ, നിൻ്റെ കാല് കുത്തിയാൽ, നിൻ്റെ വാഹനം അതുവഴി ഉരുണ്ടാൽ നീ പൈസ കൊടുക്കണം. അപ്പം നമ്മൾ വിചാരിക്കുന്ന നല്ല റോഡ് വരത്തില്ലേ, നല്ല റോഡ് വരുമ്പോൾ നമുക്ക് ഗതാഗതം നമുക്ക് സുഗമമായി യാത്ര ചെയ്തുകൂടെ, പെട്രോളിൻ്റെ ചിലവ് കുറയത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സൗജന്യമായി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവകാശം എടുത്ത് കൊടുത്തതിന് ശേഷം, ഇപ്പം സ്വകാര്യ കമ്പനികൾ കൺസ്ട്രക്ഷൻ നടത്തി വലിയ ബിൽഡിങ്ങുകൾ പണിയും. ബിൽഡിങ്ങുകൾ പണിതിട്ട് അവർ പറയുന്നത്, ഞാൻ ഫ്ലാറ്റ് പണിതിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് വാങ്ങാം. നമ്മൾ വാങ്ങുന്നു, താമസിക്കുന്നു. ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നൊരു വീട്ടിൽ നാളെ എൻ്റെ അപ്പൻ ഈ വീടെടുത്തൊരു കമ്പനിക്ക് കൊടുത്തിട്ട്, ഞാൻ ഇത്രയും നാളും അവിടെ സൗജന്യമായിട്ട് എനിക്കുണ്ടായിരുന്ന ലാൻഡ് എടുത്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒരു കമ്പനി വന്നൊരു സാധനം പണിതിട്ട് ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ നീ പൈസ 60 പറയുന്ന പരിപാടിയായത്. അപ്പം ടോളെന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒട്ടിച്ച് വെച്ച് ടോളിന് 60-70 രൂപ കൊടുക്കുന്നതല്ല പ്രശ്നം. ഇതൊരു വലിയ ജനകീയ പ്രശ്നമാണ്. ഇത് ഈ രാജ്യത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ടോൾ മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വികസിപ്പിക്കുന്നുണ്ട്. ചെങ്ങന്നൂരും കോട്ടയവും കൊല്ലവും എല്ലാം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയും, ഗംഭീരം, രാജ്യത്തെ സ്റ്റേഷനുകളെല്ലാം മുഖം മിനുക്കുകയാണെന്ന് പറയുന്നു. ഇത്രയും നാളും നമ്മൾക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ ചാർജ്, അതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഇതിൽ നിന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനിയും നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു കോഫി കുടിക്കണമെങ്കിൽ, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മളൊന്ന് നമ്മൾ പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ 200, 300, 500 രൂപ കൊടുക്കണം. സ്വകാര്യ കമ്പനി കൊടുത്തതല്ല, വിറ്റു. ഇതെല്ലാം സ്വകാര്യ സംവിധാനത്തിന് കൊടുത്തു. അപ്പം നീ ഇത്രയും നാൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു സർക്കാരിൻ്റെ സംവിധാനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ, സൗജന്യ യാത്ര, സൗജന്യ ഭക്ഷണം. ഇത് തരാനല്ലേ സർക്കാർ ഇരിക്കുന്നത്. എന്തിനായിരിക്കുന്നത്? ഞാൻ നികുതി കൊടുക്കുന്ന രാജ്യത്താണ് താമസിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ ഇതൊന്നും എനിക്ക് സൗജന്യമായിട്ട് തരികയല്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഒരു ചീപ്പ് വാങ്ങിക്കുമ്പോഴും ഒരു മുട്ടായി വാങ്ങുമ്പോഴും ഞാൻ ടാക്സ് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. അതിൽ നിന്ന് പണം എടുത്തിട്ട് ആ പണം എന്തിനാ? ജനങ്ങളെ സംരക്ഷിക്കാനും വരെ സേവിക്കാനുമോ? അത് ചെയ്യാതെ ആ പണം മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അവരുടെ സുഖത്തിനും സൗകര്യത്തിനും ഉപയോഗിച്ചതിന് ശേഷം ഇനിയും ഞാൻ പ്രാഥമികമായി ഒരു സർക്കാർ എന്നെ സംരക്ഷിക്കേണ്ട കാര്യത്തിനൊക്കെ അധിക നികുതിയും പണവും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് മാത്രമേ സംഭവിക്കുള്ളൂ. ഇതിനെതിരെ സത്യത്തിൽ ഒരു 2ാം സ്വാതന്ത്ര്യ സമരം തന്നെ വരണം. ടോൾ സമരങ്ങൾ മാത്രമല്ല വരേണ്ടത്. കാരണം ഇതൊന്നും ജനത്തിന് അറിയത്തില്ല, ജനങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നല്ല റോഡ് വരുമ്പോൾ യാത്ര ചെയ്ത് സുഖമായിട്ട് 2 മണിക്കൂർ എറണാകുളത്ത് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇത്രയും നാൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് സൗജന്യമായിരുന്നു. ഇനിയും മുതൽ യാത്ര സൗജന്യമല്ല, നീ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ അഭംഗി എന്ന് പറയുന്നത്.